ഇന്നേക്ക് ഞാൻ കാനഡയിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി പോരുമ്പം എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. UK പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ കൂടി ഞാൻ ഇങ്ങോട്ട് വരുമ്പം എനിക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഇവിടെ ഒരു വർഷം നിന്നപ്പോൾ കാനഡ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ജോലിക്ക് പോകാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാനായിരുന്നു മടി. എൻ്റെ ഫസ്റ്റ് ജോബും ഇത് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് കാഷ്യറായിട്ട് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ജോബിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു കൺവീനിയൻസ് സ്റ്റോർ ആയിരുന്നു. അന്ന് എനിക്ക് ആ ജോബ് കിട്ടിയപ്പം ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ജോബ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഒരുപാട് മേലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നിന്ന് തുടങ്ങാമെന്ന് പറയുമ്പം കുറച്ച് സങ്കടമുണ്ട്. എല്ലാ ജോബിനും അതിൻ്റെതായ ഡിഗ്നിറ്റിയും എല്ലാ റെസ്പെക്റ്റും കൊടുത്തിട്ടാണ് ഞാൻ കാണുന്നത്. ബട്ട് ഐ ലൈക്ക് ദിസ് ജോബ്. നല്ലൊരു വർക്കിംഗ് കൾച്ചറും നല്ലൊരു ടീമിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഞാൻ വന്നിട്ട് ഒരു 6 മാസം ഞാൻ വിസിറ്റിംഗ് വിസയിലായതുകൊണ്ട് തന്നെ ഞാൻ അധികം പുറത്തൊന്നും ഇറങ്ങിയിരുന്നില്ല. അങ്ങനെ ജോലിയൊക്കെ തപ്പി ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ്സ് നോട്ട് UK. പറയുമ്പം വെസ്റ്റേൺ കൺട്രി ആണെങ്കിൽ പോലും ഒരുപാട് കൾച്ചറൽ ഡിഫറൻസും എല്ലാം കൊണ്ടും എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇഫ് സംബഡി ആസ്ക് മീ, ഐ ഡെഫിനറ്റ്ലി മിസ് UK. എൻ്റെ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തായതാട്ടോ. പുറത്തായെന്ന് പറഞ്ഞാൽ വീട്ടുകാർ പുറത്താക്കിയല്ല കേട്ടോ, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല UK. പക്ഷെ ഇവിടെ വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ജീവിച്ചങ്ങോട്ട് പോവാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. UK പകരം ഇങ്ങോട്ടാണ് ഞാൻ പഠിക്കാൻ വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവിടെയും അങ്ങനെ സർവൈവ് ചെയ്ത് പോയേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ?